ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇരുന്ന് കുറേ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ടൈമുകളുണ്ട് അല്ലേ. സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്തുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരാൾ എബ്രോഡ് പോകുന്നു, ഒരാൾക്ക് ജോലി സെറ്റാവുന്നു, ഒരാൾ ഗവൺമെൻറ് ജോബ് ഇവിടെ സെറ്റാവുന്നു, പിന്നെ വർഷങ്ങളായി കുത്തിയിരുന്ന് എക്സാമൊക്കെ എഴുതി അങ്ങനെ PSC കിട്ടിയ കുറേ എണ്ണം അങ്ങനെ കയറുന്നു ഗവൺമെൻറ് ജോബിലോട്ട്, കുറേ പേര് ഡോക്ടറാവുന്നു, എൻജിനീയർ ആവുന്നു. അപ്പോൾ എല്ലാവരും ലൈഫിൽ ഇങ്ങനെ സെറ്റായി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കും, എന്തേ നമുക്ക് മാത്രം ഇങ്ങനെ, നമ്മുടെ ലൈഫ് മാത്രം എന്തെങ്കിലും സ്റ്റക്കായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ടൈം ആയിട്ടില്ല, എങ്ങനെ ഇരുന്നിട്ടില്ല, നമുക്ക് ടൈം എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്കുള്ള സമയം വരും. അപ്പോൾ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തുന്ന സമയത്ത് അപ്പം നമ്മൾ ആലോചിക്കും, ഇതായിരുന്നു എൻ്റെ സമയം എന്നാലോചിച്ച് നമ്മളങ്ങ് നമ്മുടെ ജീവിതം മൂവ് ഓൺ ചെയ്യും. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ജീവിതത്തിലൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചിന്ത ഭൂമി ഉരുണ്ടിട്ടല്ലേ ഇരിക്കുക അല്ലേ. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലുമൊക്കെ ജീവിതം പോയി എത്തിച്ചേരുമെന്നേ. എവിടെയായാലും എത്തിച്ചേരാണ്ട് നമ്മളൊക്കെ എന്താ അല്ലേ, നമ്മളൊക്കെ എവിടെ എത്തിച്ചേരാണ്ടിരിക്കുമോ? അങ്ങനെ ദൈവം നമ്മളെ പടച്ചു വിട്ട് കഴിഞ്ഞാൽ എവിടെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ എഴുതി തലമണ്ടയിൽ എഴുതി തന്നിട്ടല്ലേ ഇങ്ങോട്ട് പടച്ചു വിട്ടേക്കുന്നു. കുറേയൊക്കെ നമ്മൾ എഫേർട്ട് ഇടുക, ബാക്കിയെല്ലാം പുള്ളി അങ്ങ് എടുക്കുന്നു. പക്ഷേ ഒരു കാര്യം, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു കഴിഞ്ഞാൽ പടച്ചവൻ മറക്കൂല. പഠിച്ചവൻ നമുക്കതൊരു ടൈം ആകുമ്പോൾ നമ്മുടെ കയ്യിലങ്ങ് എത്തിച്ച് തരും. ഇങ്ങനെ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ദൈവം. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ കൈ എപ്പോഴും ഞാനിപ്പോൾ തള്ളി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും, ഇല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവമേ നീ ഇല്ല, ദൈവം ഇല്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തായിരിക്കും. പക്ഷേ എനിക്കറിയാം ആളുടെ കരങ്ങൾ എന്നിലുണ്ട് എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. ഇനിയും സങ്കടങ്ങളിൽ പെട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾ സങ്കടപ്പെടണ്ടെന്നേ, നിങ്ങളുടെ പ്രശ്നങ്ങളും മാറും. എൻ്റെ പ്രശ്നം മാറിയില്ലേ, നിങ്ങളുടെ പ്രശ്നങ്ങളും മാറും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ ബന്ധങ്ങളായിക്കോട്ടെ, അവരൊക്കെ പല സ്ഥലത്തിരുന്ന് നമ്മുടെ കൂടെ ഇല്ലല്ലോ, പല സ്ഥലങ്ങളിലിരുന്ന് പല പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും. ഈ പ്രശ്നങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോവാതെ മൂവ് ഓൺ ചെയ്ത് പോകും. പ്രശ്നങ്ങളും കുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാത്തതല്ല ലൈഫ് ഇതെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. ഇതൊക്കെ ഒരു പാർട്ട് മാത്രമാണ്. നമുക്ക് എത്തിപ്പെടേണ്ട ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രായമല്ല, നമ്മളൊരു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. അവരുടെ ഒരു ലൈഫ് നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത് എന്നൊക്കെ കരുതി നമ്മൾ അവരെ അങ്ങ് മൂവ് ഓൺ ചെയ്ത് പോവുക. അതൊക്കെ തന്നെ. എന്നും പ്രശ്നങ്ങളിൽ മാത്രം ആൾക്കാർ നിൽക്കില്ല. ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. ചില ആൾക്കാർ നമ്മളോട് പറയും, ഭൂമി ഉരുണ്ടിട്ടാണല്ലേ ഇരിക്കുക അല്ലേ, അത് നമുക്കറിയാമല്ലോ. പക്ഷേ നമ്മളോട് പറയാം, ഭൂമി സ്ക്വയർ ആണല്ലേ. ആണോ? സ്ക്വയർ ആണോ? ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കറിയായിരിക്കും അല്ലേ പല കാര്യത്തിലും റിസൾട്ട് അല്ലേ. നമുക്ക് പല കാര്യങ്ങളിൽ എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം അറിയാം. പക്ഷേ ചിലർ നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾക്ക് വരും അല്ലേ, ഇതാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിന് സമ്മതിച്ച് കൊടുക്കുക. ഓക്കെ, അത് തന്നെയാണ്. നമുക്ക് അവരുടെ തർക്കത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ എല്ലാം അങ്ങ് സമ്മതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. നമുക്കെന്താ അല്ലേ. അങ്ങനെ തന്നെയാണ് ലൈഫ് മൂവ് ഓൺ ചെയ്ത് പോവുക. പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങ് പോകുന്നേ. അതൊക്കെ അതിൻ്റേതായ വഴിക്കങ്ങ് പോകും. വിട്ടുകൊടുക്കുക. അതൊക്കെ ഭാരമായിട്ട് തലയിൽ വെക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രയാസങ്ങൾ വരിക. നമുക്ക് പ്രശ്നങ്ങൾ വരും, പല തരത്തിലുള്ള കടങ്ങൾ വരും, ബാധ്യതകൾ വരും, അസുഖങ്ങൾ വരും. എന്നും ദൈവം കണ്ണീര് മാത്രം തരില്ല, നല്ലതും തരും. ഈ ഒരു കുഞ്ഞു ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.